ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പഴന്തിൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശ്രുതി വാങ്ങിച്ച വീട്ടിൽ വലിയ പണക്കാരുടെ ടൈപ്പുള്ള വലിയ കോട്ടും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു കാർ അങ്ങോട്ട് വരുന്നത്. കാറ് കാണുന്നതും ശ്രുതി ചോദിക്കും, ഇതെന്താ പെട്ടെന്നൊരു കാറ്? ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിന് പുതിയൊരു നെയിം ബോർഡ് വെക്കാനായിട്ട് ഒരാൾക്ക് പറഞ്ഞു, പക്ഷേ അയാൾക്ക് ഇത്രയും കാശുണ്ടോ? വലിയ ലക്ഷറി കാറിനകത്തൊക്കെ വരുന്നു. അപ്പോഴത്തേക്ക് ചോദിക്കും, നിങ്ങളാരാണ് എന്ന് ചോദിക്കും. ഞാനോ? നിങ്ങളാരാണ്? ഉടനെ ശ്രുതി ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളാരാണെന്നോ? ഇത് ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച വീടാണ്. എന്ന് വിലയ്ക്ക് മേടിച്ചു? അത് 2 ദിവസമേ ആയുള്ളൂ എന്ന് പറയും. ആരുടെ കയ്യിൽ നിന്ന്? അത് വിശ്വനാഥൻ എന്ന് പറയുന്ന വിശ്വനാഥ് സാറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന് പറയും. വിശ്വനാഥനോ? എങ്കിൽ നിങ്ങളൊരു കാര്യം കേട്ടോ, ഈ പറയുന്ന വിശ്വനാഥൻ എൻ്റെ വീട് 2 മാസത്തേക്ക് വാടകയ്ക്ക് മേടിച്ചതാണ്. അയാൾ ഇതുവരെ 2 മാസം വാടക പോലും തന്നിട്ടില്ലെന്ന് പറയും. ഉടനെ ശ്രുതി ചാടി എഴുന്നേൽക്കുവാണ്. നിങ്ങളുടെ വീടോ? അതെ, നിങ്ങൾ ഈ പറയുന്ന വിശ്വനാഥൻ ഇവിടുത്തെ ഒരു വാടകക്കാരനാണെന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് രവീന്ദ്രനും ചന്ദ്രയും എല്ലാം ഇറങ്ങി വരുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ഞാൻ മേടിച്ച വീടാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ പേരിലുള്ള വീടാണ്. ഞാൻ അയാൾക്ക് 2 മാസത്തേക്ക് വാടകയ്ക്ക് കൊടുത്ത വീടാന്ന് പറഞ്ഞില്ലേ? ഉടനെ ശ്രുതി പറയും, പെട്ടെന്ന് തന്നെ ചെന്ന് അയാളെ പോയി ഫോൺ ചെയ്യുമ്പോൾ അയാൾ ഫോൺ എടുക്കത്തില്ല. ഉടനെ വീട്ടിൻ്റെ ഉടമസ്ഥൻ പറയും, അയാൾ ഫോൺ എടുക്കത്തില്ല, അയാൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് 30 ലക്ഷം രൂപയും കൊണ്ട് പോയാന്ന് പറയും. ഉടനെ ചന്ദ്രമുഖൻ, നിങ്ങൾ എന്താ പറഞ്ഞു? ഇത് എൻ്റെ മോൻ കാശ് കൊടുത്ത് വിലയ്ക്ക് മേടിച്ച വീടാന്ന് പറയും. നിങ്ങളുടെ മോൻ എന്താ ബുദ്ധിയില്ലേ? 30 ലക്ഷം രൂപയൊക്കെ ആരുടെയെങ്കിലും വീട്ടിന് അഡ്വാൻസ് കൊടുക്കുമെന്ന് ചോദിക്കും. ചോദിക്കും, അതല്ല, അയാൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങളെ കാണിച്ച ഡോക്യുമെൻറ്റ്സൊക്കെ വായിച്ച് നോക്കിയിട്ട് തന്നെ ഞാൻ സൈൻ ചെയ്തും പൈസ കൊടുത്തതെന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? ഈ വക കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചില്ലേ നടത്തേണ്ടത്? ആരെങ്കിലും വന്ന് എൻ്റെ പേരിലൊരു വീടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 30 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ചോദിക്കും. ഇന്നത്തെ കാലത്ത് ആർക്കാ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ പറ്റാത്തതെന്ന് ചോദിക്കും. ഉടനെ വർഷം വന്നിട്ടെങ്കിൽ സുധിയേട്ടൻ ഡോക്യുമെൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കിയില്ലെന്ന് ചോദിക്കും. ഞാനും ആലോചിച്ചു, ഇത്രയും വലിയൊരു ബിസിനസ്, ഇത്രയും വലിയൊരു ഇടപാടൊക്കെ നടക്കുന്ന സമയത്ത് ഇത് രജിസ്റ്റർ ഓഫീസ് വെച്ചാലേ നടക്കേണ്ടതെന്നൊക്കെ. അപ്പം നിങ്ങൾ ഇതിന് മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ പോയെന്ന് പറഞ്ഞു, അതെന്തിനായിരുന്നെന്ന് ശ്രീകാന്ത് ചോദിക്കും. അത് ഞങ്ങൾ ഈ വീടിൻ്റെ രജിസ്ട്രേഷൻ എത്ര രൂപ ആവുമെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് പോയത്. ആ സമയത്ത് നിങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നു ഈ വീട് ആരുടെ പേരിലാണെന്നും ഒന്നും നിങ്ങൾ അന്വേഷിച്ചില്ലെന്ന് ചോദിക്കും. അന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ചില്ലയോ, അതുകൊണ്ടല്ലേ ഞങ്ങളത് ഒപ്പിട്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കും. അവർ ഇതൊന്നും എനിക്കറിഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയും. ഇറങ്ങാനോ എന്ന് ചന്ദ്ര ചോദിക്കും. അതെ, നിങ്ങളത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ പേരിലുള്ള വീടാണ്. ഇത് ഞാൻ വിശ്വനാഥന് 2 മാസത്തേക്ക് വാടകയ്ക്ക് കൊടുത്ത വീടാണ്. അയാൾ നിങ്ങളെ കബളിച്ചിരിക്കും. അയാൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വീട് മേടിച്ചിട്ട് ഇങ്ങനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കും. നിങ്ങളെ ബുദ്ധിപൂർവ്വം നിങ്ങളെ പറ്റിക്കപ്പെട്ടിരിക്കുമെന്ന് പറയും. നിങ്ങളെ കണ്ട് കുറച്ച് പഠിച്ച ഒരാളെ കണക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നതൊക്കെ ചോദിക്കും. ചോദിക്കും, അയ്യോ ഇല്ല, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, ഇതെൻ്റെ മോൻ വിലയ്ക്ക് മേടിച്ച വീടാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ നിലവിളിക്കാൻ തുടങ്ങും. ഉടനെ ശ്രുതിയുടെ കൈപ്പിടിച്ച് ചോദിക്കും, നമ്മൾ പറ്റിക്കപ്പെട്ടോ ശ്രുതി എന്ന് ചോദിക്കും. നമ്മൾ ചതിക്കപ്പെട്ടെന്ന് തോന്നുന്ന ശ്രുതി എന്ന് പറയും. അത് കേൾക്കുന്ന ശ്രുതി അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. ഉടനെ ചന്ദ്രയും വർഷയും രേവതി എല്ലാവരും ചേർന്ന് ശ്രുതിയെ താങ്ങിയെടുക്കുകയാണ്. താങ്ങിയെടുത്തതിന് ശേഷം പറയും, ശ്രുതി എന്നൊക്കെ പറഞ്ഞ് രേവതി വെള്ളമെല്ലാം കൊണ്ടൊഴിക്കും. അപ്പോഴത്തേക്ക് സച്ചി പറയും, സാറേ ഇവൻ 30 ലക്ഷം രൂപ അയാൾക്ക് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസിക്കാൻ വന്നത്. ഞങ്ങൾക്കിത് ചതിയാന്ന് അറിയത്തില്ലായിരുന്നു. ഇത് ഒരു ആൾ ഞങ്ങളടുത്ത് പറഞ്ഞു 5 കോടി രൂപയുള്ള ബംഗ്ലാവ് വിൽക്കാനുണ്ട്, 3 കോടി രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം 30 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. അതിനുശേഷം ബാക്കി 2 കോടി 70 ലക്ഷം രൂപ 3 മാസത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇത് ഇടപാട് നടത്തിയെന്ന് പറയും. ഉടനെ പറയും, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എൻ്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടുമില്ല, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടും ഇല്ലെന്ന് പറയും. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കും. ഉടനെ പറയും, എങ്കിൽ പിന്നെ പോലീസ് തന്നെ വരട്ടെന്ന് പറയും. ഉടനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. പോലീസുകാർ വന്നതിന് ശേഷം ശ്രുതി പറയും, സാറേ ഞാൻ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ച വീടാണിത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീടാണ്. എടോ, ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീട്. അതായത് ഈ ഡോക്യുമെൻറ്റ്സ് മൊത്തം നോക്കാൻ പറയും. ആ ഡോക്യുമെൻറ്റ്സിനകത്ത് മൊത്തം അതിൻ്റെ ഓണറുടെ വീടാണത്. അയാൾ 2 മാസത്തേക്ക് വിശ്വനാഥനും പ്രേമയ്ക്കും വാടകയ്ക്ക് കൊടുത്ത വീടാണ്. അവർ വാടക പോലും കൊടുക്കാതെ മുങ്ങിയതാണെന്ന് പറയും. ഞാൻ കുറേ നാളുകൊണ്ട് അവനെ ഇങ്ങനെ പിടിക്കാനായിട്ട് നടക്കണം. അവൻ ഓരോരുത്തരത്ത് ഇങ്ങനെ വലിയ വലിയ വീടുകൾ നോക്കി എടുത്തിട്ട് വാടകയ്ക്ക് 1-2 മാസം താമസിക്കും. വാടക കൊടുക്കാതെ തന്നെ മറ്റു ആൾക്കാർക്ക് ഇത് കൈമാറ്റം ചെയ്യുകയാണ്. അതും ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി. സാറേ, അയാൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എന്നെ കാണിച്ചത്. ഇന്നത്തെ കാലത്ത് ആർക്കാണ് വ്യാജ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റാത്തത്? താൻ രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിക്കേണ്ടായിരുന്നു. ഒരു ഡീലൊക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത്രയും വലിയ വിലയുള്ളൊരു വീടൊക്കെ വാങ്ങുന്ന സമയത്ത് തനിക്ക് സാമാന്യ ബുദ്ധിയില്ലയോ? താൻ രജിസ്റ്റർ ഓഫീസിൽ പോയി ആ വസ്തുവിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കും. ഉടനെ പറയും, നിങ്ങൾ ബുദ്ധിപൂർവ്വം പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവനെ തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ലെന്ന് പറയും. അപ്പോൾ സാറേ, ഞങ്ങളുടെ 30 ലക്ഷം രൂപ അവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. ഇത്ര മാത്രം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഉടനെ പറയും, അയ്യോ ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല, എൻ്റെ പൈസ പോയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും.
അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞ് അയാൾ ബലാകാര്യമായിട്ട് എല്ലാവരെയും കൈപിടിച്ചിറക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ രവീന്ദ്രൻ പറഞ്ഞു, സാറേ നിങ്ങൾ ഞങ്ങളെ കൈപിടിച്ചിറക്കിയൊന്നും വേണ്ട, ഞങ്ങൾ കൊലപ്പുള്ളികളോ കടത്തുകാരോ ഒന്നുമല്ല, ഞങ്ങളെ പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ശ്രമിച്ചത്, ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ ബുദ്ധിപൂർവ്വം ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, സാർ ഞങ്ങളെ ഇറക്കി വിടുകയും വേണം, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ. ഞാനൊരു KSRTCയിൽ ഒരു റിട്ടയർഡ് ഡ്രൈവറാണ്, ഇതുവരെ ആരെയും ചതിച്ചും വഞ്ചിച്ചൊന്നും ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്നൊക്കെ രവീന്ദ്രൻ അയാൾ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഉടനെ എല്ലാവരും കൂടി പെട്ടിയും ബാഗും എല്ലാം എടുത്ത് കരഞ്ഞ് നിലവിളിച്ചങ്ങ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം നേരെ എല്ലാവരും വീട്ടിലോട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സച്ചി ഒന്നും അറിയാത്ത കണക്ക് കുറേ സ്നാക്സൊക്കെ എടുത്തങ്ങ് തിന്നുകയാണ്. ആ സമയത്ത് ചോദിക്കും, ഉടനെ ശ്രുതി പറയും, കണ്ടില്ലേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവന് വല്ല വിഷമമുണ്ടോ, അവനിങ്ങനെ. ഉടനെ സച്ചി ചോദിക്കും, ഞാനെന്തിനാണ് വിഷമിക്കുന്നത്, നീയല്ലേ 30 ലക്ഷം രൂപ കൊണ്ട് വല്ലവർക്കും കൊണ്ട് കൊടുത്തത് എന്ന് ചോദിക്കും. അച്ഛൻ ഇതിനെല്ലാം കാരണം അവനെന്തുമായിരുന്നു വെപ്രാളം, അന്നേ ഞാൻ പറഞ്ഞു അയാൾക്കൊരു കള്ളത്തരമുണ്ട്. അച്ഛാ അന്ന് അയാൾ വന്നത് വണ്ടിക്ക് അതൊരു മഞ്ഞ ബോർഡുണ്ടായിരുന്നു, അന്നേ ഞാൻ പറഞ്ഞു അതൊരു വാടകക്കാർ, ഇത്രയും വലിയ കോടീശ്വരൻ എന്തിനാണ് വാടകക്കാരി വരുന്നത്, പിന്നെ അന്ന് ആ വണ്ടിയായിട്ട് കൂട്ടിമുട്ടിയ സമയത്ത് തന്നെ അയാൾക്ക് കാശും കൂടെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കോളാൻ പറ്റാത്ത വെപ്രാളമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ് എനിക്ക് അസൂയ വീട് വാങ്ങുന്നതിനെന്ന് പറഞ്ഞു. ഇപ്പം എന്തായി എന്നൊക്കെ പറയും. ഉടനെ ശ്രുതി ഞാൻ കുറ്റപ്പെടുത്തുകയാണ് സച്ചി. ആ സമയത്ത് ശ്രുതി വന്നിട്ട് പറയും, നീ കൂടുതൽ സംസാരിക്കണം, 30 ലക്ഷം പോയെങ്കിൽ എൻ്റെ കാശല്ലേ പോയത്, എനിക്കറിയാം ആ കാശ് എങ്ങനെ തിരിച്ച് വീട്ടണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടും. ഉടനെ രവീന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ട് പറയും, എന്തുവാടാ അവൻ പറയണത്, എന്തോ തെറ്റ്, നിനക്ക് 7 ഡിഗ്രി ഉണ്ടോ, നീ എപ്പോഴും പറയില്ല, നിനക്ക് സാമാന്യ ബുദ്ധി ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ശ്രുതിയോട് രവീന്ദ്രൻ അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ്. ഉടനെ ചന്ദ്രൻ വന്നിട്ട്, നിങ്ങൾ എന്തിനാണ് അവനോട് ദേഷ്യപ്പെടുന്നത്, അവൻ എന്ത് ചെയ്തിട്ടാണ്. ഉടനെ പറയും, നീ കൂടുതൽ സംസാരിക്കുന്നത്, നീ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം, കൊച്ചിലെ തൊട്ട് അവൻ വലിയ കോടീശ്വരനാവും വലിയ കാശുകാരനാവും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് നടന്നു. ഇപ്പം എന്തായി, അവന് ഭയങ്കര ഡിഗ്രിയുണ്ട്, ഭയങ്കര ബുദ്ധിയുണ്ടെന്നൊക്കെയല്ലേ പറയും, അവന് സാമാന്യ ബുദ്ധിയുണ്ടോ, ഒരാൾക്ക് ഇത്രയും കാശ് കൊണ്ട് കൊടുത്തിട്ട് ആ 30 ലക്ഷം പോയല്ലോ എന്ന് പറയും. ഉടനെ പറയാം, അങ്കിളെ പ്ലീസ് അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് കരയുവാണ്. ഉടനെ ശ്രുതി ഇങ്ങനെ ദേഷിച്ച് രവീന്ദ്രൻ നോക്കും. ഉടനെ സച്ചി പറയും, അന്നേ രേവതി പറഞ്ഞതാണ് ആ അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുക്കാൻ സമയത്ത് തന്നെ അവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളുണ്ടായി, ആ സമയത്ത് പൈസ അന്ന് കൊടുക്കേണ്ടെന്ന് രേവതി പറഞ്ഞപ്പോൾ ഉടനെ അന്നും ഈ പൗഡർ ഇട്ടത്തി പറഞ്ഞ് അവൾക്ക് അസൂയാന്ന് പറഞ്ഞു. ഉടനെ ശ്രീകാന്ത് പറയും, ശരിയാ അന്ന് രേവതി ചേച്ചി പറഞ്ഞ കണക്ക് അന്ന് നിങ്ങൾ അഡ്വാൻസ് പിറ്റേ ദിവസം കൊടുത്താൽ നമുക്ക് അയാളെക്കുറിച്ചൊന്നുമില്ല അന്വേഷിക്കായിരുന്നു, ശ്രുതിയേട്ടനെ അയാളെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലെന്ന് നോക്കും. എടാ അന്ന് ആനന്ദ് പറഞ്ഞിട്ടില്ലേ ഞാൻ അയാൾക്ക് പൈസ കൊണ്ട് കൊടുത്തത്, പക്ഷേ ആനന്ദിനെല്ലാം അറിയാവുന്ന ഞാൻ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു ഞാൻ അറിഞ്ഞു. ഉടനെ ശ്രുതിയും പറഞ്ഞ്, ഞങ്ങൾക്കൊരു വീട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, ഇനി ഞങ്ങളെ എല്ലാവരും ചേർന്ന് പിന്നെയും കുറ്റപ്പെടുത്തലെന്ന് പറയും. ഉടനെ സച്ചി പറയും, നിങ്ങൾ ഓരോ ദിവസം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അന്ന് തന്നെ അച്ഛൻ്റെ 50 ലക്ഷം എടുത്തോട്ട് ഇവർ ഓടിപ്പോയി, ഇപ്പം ഈ കാശ് നിങ്ങളിങ്ങനെ ഓരോ സമയത്ത് പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മേടിച്ച കാശ് ആര് തിരിച്ചു കൊടുക്കുമെന്ന് പറയും. ഉടനെ ചന്ദ്രൻ പറയും, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. സച്ചി പറയും, അതും വിഷയമാണ്. ഉടനെ ശ്രുതി പറയും, അത് ആ കാശ് ഞങ്ങൾ കുറച്ച് തരുന്നുണ്ടല്ലോ, എന്ത് കുറച്ച് തന്നു തീർക്കും, ഞങ്ങൾക്കും എനിക്ക് ശ്രീകാന്തിനും കൂടി അവകാശയുടെ പണമാണ് നിങ്ങൾ കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞത്, ഇപ്പം അതും ഇതും എല്ലാം കൂടി നിങ്ങൾക്ക് മൊത്തത്തിൽ കടമായില്ലേ എന്ന് ചോദിക്കും. നീ നിൻ്റെ മലേഷ്യയിലുള്ള നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറ, നീ 50 ലക്ഷം രൂപയ്ക്ക് ചതിക്കപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് ബാക്കി കാശ് തരാൻ പറയും. ശ്രുതി, സച്ചി നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, അച്ഛൻ ജയിലിലാന്ന് പറഞ്ഞില്ലേ, ഈ സമയത്ത് എങ്ങനെ അച്ഛന് കാശ് തരാൻ പറ്റുമെന്നൊക്കെ പറയും. അതൊന്നും ഞങ്ങൾക്ക് ആരുടെ കാര്യമില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. പറയും, ഇപ്പം 30 ലക്ഷം രൂപ ഭാര്യയും ഭർത്താവും കൂടി കൊണ്ട് കളഞ്ഞു, ഇപ്പം ഇതുകൂടാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് ദേഷ്യപ്പെടുകയാണ് ശ്രുതിയോടും. പക്ഷേ പറയും, എന്നാലും ശ്രുതി ചേച്ചി നിങ്ങൾ ഒന്നും കൂടി നല്ലോണമൊക്കെ അന്വേഷിച്ചിട്ട് മതിയായിരുന്നു ഈ വീട് മേടിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു, ഇപ്പം 50 ലക്ഷം ഇപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ലോസല്ലേ സംഭവിച്ചേക്കുന്നത്, ഈ 30 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ആയാലേ എന്ന് തിരിച്ച് മേടിക്കുമെന്ന് ചോദിക്കും. ഉടനെ സച്ചി പറയും, അയാൾ എവിടെ ആയാലും അയാളെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങാൻ ശ്രമിക്കണമെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, അയാളെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ എന്ന് പറയും. അന്നേ ഞാൻ പറഞ്ഞത് അയാളെക്കുറിച്ചൊക്കെ നല്ലോണം അന്വേഷിക്കണം, അതൊന്നും കേൾക്കാൻ 30 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയും. ഉടനെ രവീന്ദ്രൻ പറയും, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ സച്ചി, നീ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചിട്ട് ആ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ച് മേടിക്കണം. ഉടനെ പറയും, അച്ഛാ അത് ഞാനെങ്ങനെയാണ്, നീ ഇപ്പോഴത്തെ അവസ്ഥ നീ അവനെ സഹായിക്കണം, നിൻ്റെ ചേട്ടനാണ്, അവനൊരു അബദ്ധം പറ്റി, അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇനി അവനെ കണ്ടുപിടിക്കാൻ പറ്റൂ, എത്രയും പെട്ടെന്ന് തന്നെ നീ അവനെ കണ്ടുപിടിക്കണം, ആ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ച് അവന് കൊടുക്കണമെന്ന് പറയും. ഉടനെ രേവതി പറയാം, കണ്ടോ കാശ് കൊണ്ട് കളഞ്ഞതൊക്കെ അവൻ, ഇനി ആ കാശ് തേടി പിടിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉടനെ രേവതി പറയാം, ശരിയല്ലേ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ചേട്ടനൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അവൻ അബദ്ധങ്ങളല്ലേ പറ്റാറുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിച്ചിട്ട് ആ കാശ് നമുക്ക് തിരിച്ച് മേടിച്ച് കൊടുക്കാമെന്ന് പറയും. ഉടനെ പറയും, ഞാൻ എവിടെ നിന്ന് അയാളെ കണ്ടുപിടിക്കുന്നത്. ഉടനെ സച്ചി ആലോചിക്കും, അത് ശരിയാണ്, ആനന്ദ് മുഖേനയാണല്ലോ ഈ
ബിസിനസ് വന്നത്, ഒരു കാര്യം ആനന്ദിനെ കണ്ടുപിടിക്കാമെന്ന് പറയും. അങ്ങനെ ആനന്ദിൻ്റെ സംസാരിക്കും, എടാ നീ അല്ലേ അവനെക്കുറിച്ച് നീ കുരുക്കി ചാടിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചാടിച്ചെന്നുള്ള സച്ചി, അയാളെ ഞാൻ കണ്ടു, അയാൾ ഇങ്ങനെ ഈ ബംഗ്ലാവ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അറിയുന്നു അയാളൊരു കള്ളനാന്നുള്ളത്. പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു, പക്ഷേ വീട്ടിൽ പോയി നിങ്ങളെല്ലാവരുടെ അടുത്തും ആലോചിച്ചതിന് ശേഷം മതിയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വീട്ടുകാർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, അവന് ഭയങ്കര ബുദ്ധിയാണ് അവൻ സ്വന്തമായിട്ട് വിചാരിക്കുന്നത്, അവനായിട്ട് ഇതിന് മുൻകൈ എടുത്തത്, ഞാനൊരിക്കലും അവൻ്റെ അടുത്ത് ഈ വീട് വാങ്ങാൻ നിർബന്ധം പിടിച്ചിട്ടില്ലെന്ന് പറയും. ശരി, എന്തായാലും നമുക്ക് അവനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ഇവർ ബംഗ്ലാവ് മേടിച്ച് ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കും. കരിക്ക് വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ കട കാണും. ആ കടയിലാണ് മുമ്പ് രവീന്ദ്രനും ചന്ദ്രനും കൂടി കരിക്ക് കുടിക്കാനൊക്കെ ആയിട്ട് പോയത്. അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കും. അങ്ങനെ ഇവർ 3 കോടി രൂപയ്ക്ക് ബംഗ്ലാവ് മേടിച്ചതും ചതിക്കപ്പെട്ട കാര്യമൊക്കെ പറയും. അങ്ങനെ പറയും അയാളെക്കുറിച്ച്, അയാളിവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു 6 മാസമേ ആയുള്ളൂ. അയാൾക്ക് എന്തോ ഒരു കള്ളത്തിനുണ്ടെന്ന് ഞങ്ങൾക്ക് മുമ്പേ തോന്നിയതാണ്. ആ വീട്ടിൽ ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിക്കും. ഒത്തിരി ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു ജോലിക്ക് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവളൊരു സീരിയൽ നടൻ ഇടയ്ക്ക് വരുമെന്ന് പറയും. സീരിയൽ നടനോ? സീരിയലിലൊക്കെ അഭിനയിക്കാൻ നല്ല പൊക്കമുള്ള ഒരാൾ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. അത് ആര് പറഞ്ഞു നിങ്ങളോട്? അത് അവിടെ ജോലിക്ക് നിൽക്കുന്നൊരു ചേച്ചി പറഞ്ഞതാന്ന് പറയും. ആ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കും. അതിനെന്താ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയുടെ അഡ്രസ്സൊന്ന് പറയും. അങ്ങനെ ആ അഡ്രസ്സൊക്കെ കുറിച്ചെടുത്തുകൊണ്ടാണ് ആനന്ദും സച്ചിയും കൂടി നേരെ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ തിരിച്ച് കാറിലോട്ട് കയറുകയാണ്. കാറിലോട്ട് കയറുന്ന സമയത്താണ് നീലിമ കൊടുത്ത ഗ്ലാസ് അവിടെ ഇരിക്കുന്നത് ആനന്ദ് കാണുന്നത്. ആ ഗ്ലാസ് എടുത്താൽ കണ്ണി വെക്കും. ഡാഡാ ആ ഗ്ലാസ് അവിടെ വെച്ചേക്കാൻ പറയും. ഇത് കൊള്ളാമല്ലോ ബ്രോ. ഇതേ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ്, അതും കാനഡയിലുള്ള ഗ്ലാസ്, ഇവിടുത്തെ ഗ്ലാസ്സൊന്നും അല്ലെന്ന് പറയും. ഉടനെ അതങ്ങ് താത്തു വെക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഗ്ലാസ് കാണുമ്പോഴാണ് രേവതിയുടെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ രേവതിയെ വിളിക്കും. രേവതി നീ വീട്ടിലുണ്ടോ? ഇല്ല സച്ചേട്ടാ, ഞാൻ അമ്മയുടെ പൂക്കടയിൽ നിൽക്കുവാന്ന് പറയും. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. എന്ത് ഗിഫ്റ്റാണ് സച്ചേട്ടാ? അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസും കൊണ്ട് നേരെ രേവതിയെ കാണാനായിട്ട് സച്ചി ലക്ഷ്മി അമ്മയുടെ പൂക്കടയിലോട്ട് വരികയാണ്. ഗ്ലാസ്സൊക്കെ വെച്ച് സച്ചി അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് ദേവു അവിടെ നിൽപ്പുണ്ട്. ദേവുക്കും ഇതാ നോക്കിയത് രേവതി ചേച്ചി, സച്ചേട്ടൻ ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങി വരുന്നു. ഇത് കൊള്ളാമല്ലോ സച്ചേട്ടൻ, ആര് തന്നു? ഞാൻ പറഞ്ഞില്ലേ നീലിമ മേഡം, കാനഡയിലുള്ള നീലിമ മേഡം തന്നെയാന്ന് പറയും. നിനക്കും തന്നിട്ടുണ്ടെന്ന് പറയും ഗ്ലാസ്. എനിക്കെന്തിനാ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇത് വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് സച്ചി ഗ്ലാസ് വെക്കും. ദേവു ഇനി നീ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറയും. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോയും ദേവും ലക്ഷ്മി അമ്മയും എല്ലാവരും നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കും. ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പറയും സച്ചേട്ടാ ഇനി ആ ഫോട്ടോ എല്ലാം എൻ്റെ ഫോണിലോട്ടൊന്ന് സെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ ആ ഫോട്ടോ എല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഫോട്ടോ എല്ലാം ഇങ്ങനെ ദേവു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്തേക്കും ഇവരാണോ സച്ചേട്ടൻ പറഞ്ഞ കാനഡയിലുള്ള നീലിമ മേഡം എന്ന് ചോദിക്കും. അതെ. എന്ത് പറ്റി? എനിക്കിവരെ നല്ല പരിചയമുണ്ടെന്ന് പറയും. നിനക്കെങ്ങനെ പരിചയം? അതിന് അവർ കാനഡയിലായിരുന്നു ദേവു എന്ന് പറയും. അല്ല സച്ചേട്ടാ, ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട്, അതും സുധിയേട്ടൻ്റെയും രേവതിയുടെയും നിശ്ചയത്തിനോ? അതെ, അന്ന് ഇവർ സുധിയേട്ടനോട് ഒരുപാട് നല്ല രീതിയിൽ അടുപ്പം രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയാന്ന് പറയും. നിനക്ക് തോന്നിയായിരിക്കും. അല്ല സച്ചേട്ടാ, ഇവരുടെ പേര് നീലിമയെന്നല്ലേ? അതെ. അപ്പോൾ രേവതി ചോദിക്കും, നിങ്ങളുടെ ചേട്ടൻ സ്നേഹിച്ച പെണ്ണിൻ്റെ പേര് നീലിമയെന്നല്ലേ എന്ന് ചോദിക്കും. അതെ. അന്ന് നിങ്ങളുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി ആ പെണ്ണ് കാനഡയാണെന്നല്ലേ പറഞ്ഞത്? അതെ. അവിടെ ദൈവം പറയും, ഇപ്പോൾ ഈ പറയുന്ന നീലിമയെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് വന്നേക്കുന്നത് കാനഡയെന്നല്ലേ? അപ്പം സച്ചി പറയും, അത് ശരിയാണല്ലോ. അപ്പോൾ രേവതി ചോദിക്കും, അന്ന് നിങ്ങളുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ നീലിമയും ഇപ്പോൾ കാനഡയിൽ തിരിച്ച് നാട്ടിൽ വന്നേക്കാൻ നീലിമയും ഒന്നു തന്നെയാണെന്ന് രേവതി പറയും. ഉടനെ പറയും അപ്പോഴത്തേക്ക് സച്ചി എല്ലാ കാര്യവും കൂടി ഒന്ന് കൂട്ടി നോക്കും. ശരി, അന്ന് അടിച്ചുകൊണ്ട് പോയ പൈസ 50 ലക്ഷം രൂപ കൊണ്ട് നീലിമ എന്നൊരു പെണ്ണ് പോയി ഇപ്പോൾ കാനഡയിൽ നിന്ന് വന്നിരിക്കുന്നു. ഉടനെ സച്ചി പറയും, ശരിയാണല്ലോ, അവൾ ഇന്ന് എൻ്റെ കാറിൽ കയറിയായിരുന്നു. കാറിൽ കയറിയ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ അവിടെ വെച്ച് ശ്രുതിയും ഉണ്ടായിരുന്നു. ആ സമയത്ത് കാലോട് തിരിച്ച് കയറി ആ പെണ്ണ് നീലിമ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, അവൾക്ക് ഇഷ്ടമില്ലാത്ത 2 പേരെ അവൾ അവിടെ വെച്ച് കണ്ടെന്ന്. അത് ചിലപ്പോൾ ശ്രുതിയായിരിക്കും. എൻ്റെ അച്ഛൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോയ ഇവളെയാണോ ഈശ്വര ഇത്രയും ദിവസം ഞാൻ മേഡോന്ന് വിളിച്ച് എൻ്റെ കാറിൽ കൊണ്ടുപോയെന്ന് ചോദിക്കും. ഇതിലെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് തന്നെ ഉള്ളതെന്നുള്ള സച്ചി നേരെ കാറും എടുത്തുകൊണ്ട് നേരെ നീലിമ താമസിക്കുന്ന നീലിമയുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ഹോട്ടലിൽ ചെല്ലുന്ന സച്ചി പഴയ ഡ്രൈവർ സച്ചിയായിട്ടല്ല നീലിമയോട് പെരുമാറുന്നത്, ശ്രുതിയുടെ അനിയൻ സച്ചിയായിട്ടാണ് പെരുമാറുന്നത്. അവിടെ ചെല്ലുമ്പോൾ നീലിമയെ എടുത്തിട്ട് കുടയുന്നുണ്ട് സച്ചി. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം രൂപ ശ്രുതി നിനക്കാണോ തന്നതെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. ശ്രുതിയുടെ ഒരു കള്ളത്തരം കൂടി പുറത്തു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.